ടെക് ലോകത്തു നിന്നുള്ള വാർത്തകൾ. ടാറ്റ മോട്ടോഴ്സിന്റെ കരുത്തുറ്റ വാഹനങ്ങൾ ഇന്ത്യൻ നിരത്തുകൾ കീഴടക്കുമ്പോഴും കമ്പനിയുടെ ഏക സെഡാൻ മോഡലായ ടിഗോറിന് വിപണിയിൽ അടിപതറുന്നു. ടാറ്റ പഞ്ച്, നെക്സോൺ തുടങ്ങിയ മോഡലുകൾ വിൽപ്പനയിൽ റെക്കോർഡുകൾ ഭേദിക്കുമ്പോൾ ടിഗോറിന്റെ വിൽപ്പന ഗണ്യമായി താഴേക്ക് പോകുന്നു. 2025-26 സാമ്പത്തിക വർഷത്തെ ടാറ്റ കാറുകളുടെ വിൽപ്പന റിപ്പോർട്ട് പ്രകാരം ആകെ 12,147 യൂണിറ്റ് ടിഗോറുകൾ മാത്രമാണ് വിറ്റഴിക്കപ്പെട്ടത്. കഴിഞ്ഞ ഒരു വർഷത്തിനിടെ വിൽപ്പനയിൽ 26.4% വമ്പൻ ഇടിവാണ് ടിഗോറിന്റെ വിൽപ്പനയിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതായത് പ്രതിമാസം ശരാശരി 1012 യൂണിറ്റുകൾ മാത്രമാണ് വിൽപ്പന നടക്കുന്നത്. ടാറ്റ ടിഗോറിന്റെ ICE എഞ്ചിൻ പതിപ്പുകൾക്ക് പുറമെ ഇലക്ട്രിക് വേരിയന്റുകളും വിൽപ്പനയ്ക്കെത്തുന്നുണ്ട്. ICE ഇലക്ട്രിക് പതിപ്പുകൾ ചേർത്തുള്ള വിൽപ്പന കണക്കുകളാണിത്. ഉപഭോക്താക്കൾ ഉയർന്ന ഗ്രൗണ്ട് ക്ലിയറൻസും കാണാൻ നല്ല ലുക്കും അത്യാധുനിക സവിശേഷതകളും ലഭിക്കുന്ന മൈക്രോ SUVകളിലേക്ക് മാറുന്നത് ടിഗോറിന്റെ വിൽപ്പനയെ പ്രതികൂലമായി ബാധിക്കുന്നുണ്ട്. സാങ്കേതിക മികവിന്റെ കാര്യത്തിൽ ടിഗോർ ഒട്ടും പുറകിലല്ല. ടിഗോർ ICE മോഡലിൽ 1.2 ലിറ്റർ റെവോട്രോൺ പെട്രോൾ എഞ്ചിനാണുള്ളത്. 86 PS പവറും 113 Nm പീക്ക് ടോർക്കും ഉൽപ്പാദിപ്പിക്കാൻ ശേഷിയുള്ള ഈ എഞ്ചിൻ മാനുവൽ AMT ട്രാൻസ്മിഷൻ ഓപ്ഷനുകളിൽ തെരഞ്ഞെടുക്കാം. പവർ അല്പം കുറഞ്ഞാലും കൂടുതൽ മൈലേജ് ലഭിക്കുന്ന CNG വേരിയന്റിലും ടിഗോർ ലഭ്യമാണ്. എന്നിട്ടും ഇന്ധനക്ഷമതയേക്കാൾ കൂടുതൽ പ്രായോഗികതയും സ്പേസും ആഗ്രഹിക്കുന്നവർ SUVകളിലേക്ക് ചേക്കേറുന്നതാണ് ടിഗോർ അടക്കമുള്ള കോമ്പാക്ട് സെഡാനുകളുടെ വിൽപ്പന മന്ദഗതിയിലാകാൻ കാരണം. സുരക്ഷിതമായ ഒരു ഫാമിലി കാർ എന്ന നിലയിൽ ടിഗോറിന് മികച്ച മൂല്യം കൽപ്പിക്കാമെങ്കിലും നിലവിലെ ട്രെൻഡ് സെഡാനുകൾക്ക് അനുകൂലമല്ലെന്നതാണ് വാസ്തവം. ടിഗോറിന്റെ പെട്രോൾ മോഡലിന് 5.55 ലക്ഷം രൂപയും ഇലക്ട്രിക് മോഡലിന് 12.49 ലക്ഷം രൂപയുമാണ് പ്രാരംഭ എക്സ് ഷോറൂം വില. ന്യൂസ് ഡെസ്ക്, മൈഫിൻ TV. വെറും ₹1 സിം കാർഡും ദിവസേന 2 GB ഡാറ്റയും അൺലിമിറ്റഡ് കോളിംഗും ഉൾപ്പെടുത്തി BSNL വീണ്ടും ഫ്രീഡം പ്ലാൻ അവതരിപ്പിച്ചു. പുതിയ ഉപഭോക്താക്കളെ ലക്ഷ്യമിട്ട് ഈ ഓഫർ 30 ദിവസത്തെ ആനുകൂല്യങ്ങളോടെയാണ് ലഭ്യമാകുന്നത്. പൊതുമേഖലാ ടെലികോം ഓപ്പറേറ്ററായ BSNL വീണ്ടും ഫ്രീഡം പ്ലാൻ അവതരിപ്പിച്ചു. വെറും ₹1 സിം കാർഡ് ലഭിക്കുന്ന ഈ ഓഫറിലൂടെ പുതിയ ഉപഭോക്താക്കൾക്ക് ദിവസം 2 GB ഡാറ്റ, അൺലിമിറ്റഡ് കോളിംഗ്, 100 SMS എന്നിവ ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾ 30 ദിവസത്തേക്ക് ലഭിക്കും. മുൻപ് അവതരിപ്പിച്ചപ്പോൾ വലിയ ജനപ്രീതി നേടിയതിനെ തുടർന്നാണ് ഈ പദ്ധതി വീണ്ടും നടപ്പാക്കുന്നതെന്ന് BSNL അറിയിച്ചു. കുറഞ്ഞ ചെലവിൽ കൂടുതൽ ഡാറ്റയും സൗകര്യങ്ങളും ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പദ്ധതി അവതരിപ്പിച്ചിരിക്കുന്നത്. പ്രത്യേകിച്ച് പുതിയ ഉപഭോക്താക്കളെ ലക്ഷ്യമിട്ടാണ് ഈ ഓഫർ ഒരുക്കിയിരിക്കുന്നത്. ഫ്രീഡം പ്ലാനിൽ ചേരാൻ ഉപഭോക്താക്കൾ അടുത്തുള്ള BSNL കസ്റ്റമർ സർവീസ് സെന്റർ സന്ദർശിക്കേണ്ടതുണ്ട്. അവിടെ നിന്ന് സിം കാർഡ് ലഭിക്കുകയും ഓഫർ ആക്ടിവേറ്റ് ചെയ്യുകയും ചെയ്യാം. നിലവിലെ ടെലികോം മത്സര സാഹചര്യത്തിൽ കൂടുതൽ ഉപഭോക്താക്കളെ ആകർഷിക്കാനാണ് കമ്പനിയുടെ ശ്രമം. ഈ ഓഫർ 2026 ഏപ്രിൽ 30 വരെ മാത്രമേ ലഭ്യമാകൂ എന്ന് BSNL വ്യക്തമാക്കിയിട്ടുണ്ട്. അതിനാൽ താൽപര്യമുള്ളവർ സമയബന്ധിതമായി സേവനം പ്രയോജനപ്പെടുത്തണമെന്ന് അധികൃതർ അറിയിച്ചു. കുറഞ്ഞ നിരക്കിൽ കൂടുതൽ ഡാറ്റയും കോളിംഗ് സൗകര്യവും ലഭിക്കുന്നതിനാൽ ഈ പദ്ധതി വീണ്ടും ഉപഭോക്താക്കളുടെ ശ്രദ്ധ ആകർഷിക്കുമെന്നാണ് പ്രതീക്ഷ. ന്യൂസ് ഡെസ്ക്, മൈഫിൻ TV. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ വേഗതയിലുള്ള വളർച്ച ടെക് മേഖലയിലെ തൊഴിൽ ഘടനയിൽ വലിയ മാറ്റങ്ങൾ വരുത്തുകയാണ്. ഇതിന്റെ ഭാഗമായി മെറ്റ ഉൾപ്പെടെ പ്രമുഖ കമ്പനികൾ വലിയ തോതിൽ പിരിച്ചുവിടലുകൾ പ്രഖ്യാപിക്കുന്നു. മെറ്റയിൽ മെയ് 20 മുതൽ 8,000-ഓളം പേർക്ക് ജോലി നഷ്ടമാകുമെന്ന് റിപ്പോർട്ട്. സോഷ്യൽ മീഡിയ ഭീമന്മാരായ മെറ്റ ഈ വർഷത്തെ ആദ്യഘട്ട പിരിച്ചുവിടൽ മെയ് 20 ആരംഭിക്കുമെന്ന് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു. ഫേസ്ബുക്കിന്റെയും ഇൻസ്റ്റഗ്രാമിന്റെയും മാതൃകമ്പനിയായ മെറ്റ ആഗോളതലത്തിൽ തങ്ങളുടെ ആകെ ജീവനക്കാരുടെ ഏകദേശം 10% പേരെ, അതായത് ഏകദേശം 8,000 പേരെ ആദ്യഘട്ടത്തിൽ ഒഴിവാക്കാനാണ് സാധ്യത. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് മേഖലയിലെ മാറ്റങ്ങൾ അനുസരിച്ച് വർഷം മുഴുവൻ കൂടുതൽ പിരിച്ചുവിടലുകൾ ഉണ്ടായേക്കാമെന്നാണ് റിപ്പോർട്ട്. CEO മാർക്ക് സക്കർബർഗ് കമ്പനിയെ കൂടുതൽ AI അധിഷ്ഠിതമാക്കുന്നതിനുള്ള പദ്ധതികളിലാണ് മുന്നേറുന്നത്. ഇതിന്റെ ഭാഗമായി എഞ്ചിനീയർമാരെ AI ഏജന്റുകൾ വികസിപ്പിക്കുന്ന പുതിയ ടീമുകളിലേക്ക് മാറ്റുകയും മെറ്റ സ്മോൾ ബിസിനസ് പോലുള്ള വിഭാഗങ്ങളിലേക്ക് പുനർവിന്യസിക്കുകയും ചെയ്യുന്നു. കോഡിംഗ് ജോലികൾ ഉൾപ്പെടെ AI ഏറ്റെടുക്കുന്ന സാഹചര്യത്തിൽ സോഫ്റ്റ്വെയർ ഡെവലപ്പർമാരെയും എഞ്ചിനീയർമാരെയും കൂടുതൽ ബാധിക്കുമെന്നാണ് വിലയിരുത്തൽ. മെറ്റയ്ക്ക് പുറമെ ആമസോൺ ഉൾപ്പെടെ നിരവധി ടെക് കമ്പനികളും വലിയ തോതിൽ ജീവനക്കാരെ കുറച്ചുവരികയാണ്. കണക്കുകൾ പ്രകാരം ഈ വർഷം ഇതുവരെ 73,000-ലധികം IT ജീവനക്കാർക്ക് ആഗോളതലത്തിൽ ജോലി നഷ്ടമായിട്ടുണ്ട്. AI സാങ്കേതികവിദ്യയുടെ വളർച്ചയും പ്രവർത്തനക്ഷമത വർദ്ധിപ്പിക്കാനുള്ള കമ്പനികളുടെ ശ്രമങ്ങളുമാണ് ഈ തൊഴിൽ മാറ്റങ്ങൾക്ക് പ്രധാന കാരണമെന്നാണ് വിദഗ്ധരുടെ വിലയിരുത്തൽ. ന്യൂസ് ഡെസ്ക്, മൈഫിൻ TV.
എളുപ്പത്തിൽ സമ്പാദ്യം വളർത്താം. ഇന്ന് തന്നെ മൈഫിൻ TV ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ.